വാച്ച് ധരിക്കുന്ന ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മോഡലാണ് കാസിയോ ജി-ഷോക്ക് വാച്ചുകൾ. കാസിയോ ജി-ഷോക്കിന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു മോഡലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. 2 കളറുകളാണ് എൻ്റെ കയ്യിലുള്ളത്. മോഡൽ നമ്പർ GA100B4ADR എന്നാണ് ഈ മോഡലിന്റെ പേര്. ഈ വാച്ച് ഏകദേശം 5 വേരിയന്റ് 5 കളറുകളിലായിട്ട് ഈ വാച്ച് വരുന്നുണ്ട്. ഓട്ടോ കലണ്ടർ, വേൾഡ് ടൈം, കൗണ്ട് ഡൗൺ ടൈമർ, സ്റ്റോപ്പ് വാച്ച്, മൾട്ടി ടൈം അലാറം. മറ്റു വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 100 മണിക്കൂർ വരെ സ്റ്റോപ്പ് വാച്ച് എന്ന ഫംഗ്ഷനും ഈ വാച്ചിലുണ്ട്. അപ്പോൾ ഈ വാച്ചിന്റെ റിവ്യൂ അല്ല ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വാച്ചിന്റെ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഐ ആം ഇർഷാദ്. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. 10,000 രൂപയിൽ താഴെ വില വരുന്ന 8 ജി-ഷോക്ക് വാച്ചുകളെ കുറിച്ച് നമ്മുടെ ചാനലിലൂടെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വാച്ച് കൂടിയാണിത്. ഈ വാച്ചിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭ്യമാണ്. കൂടാതെ മറ്റു വാച്ചുകളുടെ പർച്ചേസ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ വാച്ചിൻ്റെ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ജി-ഷോക്ക് വാച്ചിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 ബട്ടണുകളാണ് ഈ വാച്ചിനുള്ളത്. അഡ്ജസ്റ്റ്, മോഡ്, റിവേഴ്സ്, ഫോർവേഡ്. അപ്പോൾ ഈ 4 ബട്ടണുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നോർമൽ പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് കാണാം, ഇത് വാച്ചിൻ്റെ അനലോഗ് ഹാൻഡാണ്. ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു ഡിസ്പ്ലേയും റൈറ്റ് സൈഡിൽ മറ്റൊരു ഡിസ്പ്ലേയുമാണ്. ഈ 2 ഡിസ്പ്ലേയിലും ഈ 2 വ്യത്യസ്തമായ ഫംഗ്ഷനുകളാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ആദ്യമായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. ഒരു 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുക. 3 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ബീപ്പ് സൗണ്ട് കേട്ടതിന് ശേഷം റൈറ്റ് സൈഡിലെ ചെറിയ ഡിസ്പ്ലേയിൽ DEL എന്ന് കാണിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ കോഡാണ്. DEL ഡൽഹിയാണ്. നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ റിവേഴ്സ്, ഫോർവേഡ് ബട്ടൺ അമർത്തിക്കൊണ്ട ശേഷം ഇതിൻ്റെ കോഡ് ചേഞ്ച് ആക്കിയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. കോഡ് നിങ്ങൾ വാങ്ങിക്കുന്ന വാച്ചിൻ്റെ കാറ്റലോഗിനൊപ്പം കിട്ടും. കാറ്റലോഗ് കയ്യിലില്ലാത്തവർക്ക് നെറ്റിൽ നിന്നും വാച്ചിൻ്റെ മോഡൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ മോഡൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്താൽ PDF ആയിട്ടുള്ള ഫയൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ത്യയിലെ ടൈം സെറ്റ് ചെയ്യുകയാണ്. ഇന്ത്യയിലെ ടൈം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ DEL ആണ്. ഡൽഹിയിലേക്ക് ടൈം കൊണ്ട് സെറ്റ് ചെയ്യുക. DELൽ ബ്ലിങ്ക് ആയതിനു ശേഷം മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ DST എന്ന് കാണിക്കും. അപ്പോൾ DST നമുക്ക് ഇന്ത്യക്കാർക്ക് ആവശ്യമില്ല. നിങ്ങൾ മറ്റേതെങ്കിലും തണുപ്പുള്ള രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തുമല്ല ആണെങ്കിൽ അവിടെ തണുപ്പ് സമയങ്ങളിൽ DST ഓണാക്കിയിടുന്നൊരു സന്ദർഭമുണ്ട്. അതായത് ഡിലേ സേവിങ് ടൈമാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അത് ഓഫാക്കി തന്നെ ഇട്ടേക്കാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോർവേഡ് ബട്ടൺ അമർത്തിയിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓഫാക്കുകയാണ്. അതിനുശേഷം വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. മോഡ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ 12H എന്നാണ് കാണിക്കുന്നത്. അതായത് 12 ഹവറിലാണ് ഇപ്പോൾ ടൈം ഇരിക്കുന്നത്. അത് 24 ഹവറിലേക്ക് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഫോർവേഡ് ബട്ടണിൽ തന്നെ പ്രസ് ചെയ്താൽ 24H എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ 12H അതായത് 12 ഹവറിൽ വെച്ച് തന്നെയാണ് ടൈം അഡ്ജസ്റ്റ് ആക്കുന്നത്. അതിനുശേഷം മോഡ് ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുന്നു. മോഡ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ബ്ലിങ്ക് ആവുന്നു. സെക്കൻഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. 0 ആക്കി റീസെറ്റ് ആക്കാം. അതിനുശേഷം മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലിങ്ക് ആവുന്നത് 12 ഹവർ അതായത് മണിക്കൂറുകളാണ്. മണിക്കൂറിനെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കുമ്പോൾ PM എന്നും കാണിക്കും. അപ്പോൾ PM നമ്മളൊരു 5 മണി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ടൈം അഡ്ജസ്റ്റ് ആക്കാൻ പോവുകയാണ്. അതിനുശേഷം മോഡ് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുന്നു. മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഡിസ്പ്ലേ ഓടിപ്പോവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും സെറ്റാക്കാം. അതിനുശേഷം വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഇയറിലേക്കാണ് പോകുന്നത്. ഇയർ ഇപ്പോൾ 2020 തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർക്ക് റിവേഴ്സ് ഫോർവേഡ് ബട്ടൺ അമർത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് മന്തിലേക്കാണ് പോകുന്നത്. മന്തും കറക്റ്റ് തന്നെ ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഡേറ്റിലേക്ക് പോകുന്നു. ഡേറ്റ് കറക്റ്റാണ്. ഡേറ്റ് 29 നമുക്ക് 30 സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഡേറ്റ് വെച്ചിട്ട് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ കാണിക്കുന്നത് LT1 എന്നാണ്. LT1 എന്ന് കാണിച്ചാൽ നമ്മുടെ വാച്ചിൻ്റെ ഡിസ്പ്ലേയിൽ ലൈറ്റ് തെളിയും. അത് 1 സെക്കൻഡ് തെളിയണോ അതോ 3 സെക്കൻഡ് തെളിയണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ബട്ടൺ അമർത്തിയിട്ട് LT3 ആക്കിയാൽ 3 സെക്കൻഡ് ബ്ലിങ്ക് ആവും.
അപ്പോൾ 1 സെക്കൻഡിലേക്ക് ഷോർട്ടാക്കി വെക്കുകയാണ്. അതിനുശേഷം വീണ്ടും മോഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. മോഡ് ബട്ടൺ സെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും പഴയ ഡിലേ നമ്മുടെ ഡൽഹി ടൈമിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്തില്ലെങ്കിൽ അഡ്ജസ്റ്റ് ബട്ടണിൽ ഒറ്റ പ്രസ് ചെയ്താൽ മതി. അഡ്ജസ്റ്റ് ബട്ടണിൽ ഒറ്റ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഡിജിറ്റൽ ടൈമും അനലോഗ് ടൈമും സെയിമായിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ വാച്ചിൽ അലാറം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അലാറം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നോർമൽ പൊസിഷനിലാണ് ഇപ്പോൾ വാച്ച് വർക്ക് ചെയ്യുന്നത്. മോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ അലാം സെറ്റിങ്സിലേക്ക് കൊണ്ടുവെക്കുക. മോഡ് ബട്ടൺ 4 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അലാം ഫംഗ്ഷനിലേക്ക് മാറും. അപ്പോൾ നമുക്കതിന് ശേഷം അലാം ഇപ്പോൾ സ്നോസ് ആണ് ഇരിക്കുന്നത്. ജസ്റ്റ് അലാറം ഓൺ ആക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ അലാറം അലാം 1 പ്രസ് ചെയ്യുമ്പോൾ അലാം 1 പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം 6:30 നമുക്ക് അലാറം വെക്കേണ്ടത്. അപ്പോൾ 6:30 ഇപ്പോൾ ഓൾറെഡി ഇരിക്കുന്നുണ്ടത്. വാച്ചിലെ ടൈം ഏകദേശം 6:29 ആയിട്ടുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്വേഡ് ഫോർവേഡ് ബട്ടൺ അമർത്തിയിട്ടാണ് അലാമിൻ്റെ ടൈം അഡ്ജസ്റ്റ് ആക്കുന്നത്. വീണ്ടും നമ്മൾ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മിനിറ്റിലേക്ക് മാറും. മിനിറ്റ് നമുക്കിതുപോലെ ഇവിടെ അഡ്ജസ്റ്റ് ആക്കാം. പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് കൊടുക്കാം. അപ്പോൾ അത് 6:30 അലാറം സെറ്റാക്കാം. 6:30 അലാറം അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. 6:29 ആയിട്ടുണ്ട് ഇപ്പോൾ വാച്ചിൽ. അങ്ങനെ അലാറം അടിക്കുന്നതാണ്. അലാറം സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PM ആണോ AM ആണോ. AM കാണിക്കില്ല, പക്ഷെ PM ആണെങ്കിൽ ഇവിടെ പ്രത്യേകം കാണിക്കും. അപ്പോൾ PM ആണ് അല്ലെങ്കിൽ AM ആണെന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ലെങ്തി ആകുന്നത് കൊണ്ട് നമ്മൾ ഈ വീഡിയോ ഈ 2 ഫംഗ്ഷനോട് കൂടി ഇവിടെ വെച്ച് നിർത്തുകയാണ്. വരും വീഡിയോകൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ഫംഗ്ഷനുകൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള അറിവുകൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് കൂടി നമ്മുടെ ഈ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. അവരെ കൂടി നമ്മുടെ ഈ ചാനലിലേക്ക് പ്രത്യേകം ക്ഷണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.